കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൽ സാധാരണയായിട്ട് വരയ്ക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കിരീടമാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണ എല്ലാ കഥാപാത്രങ്ങൾക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു കിരീടമാണ് ഇന്ന് വരയ്ക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പെർപെൻഡിക്കുലറായിട്ട് 2 ലൈൻ വരയ്ക്കുക. അതിനുശേഷം 5 സെൻറ്റിമീറ്റർ ഒരു സൈഡിൽ മാർക്ക് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിലും 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, മുകളിലായിട്ട് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു കർവ് വരച്ചു കൊടുക്കുക. ഇത് ചെവിയുടെ പോർഷനാണ് ഇപ്പോൾ വരയ്ക്കുന്നത് കേട്ടോ. ചെവിയുടെ ഒരു കുറച്ച് പോർഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അടുത്ത വരയ്ക്കുന്ന മണിമാല ഡിസൈനാണ്. രണ്ട് സൈഡിലായിട്ട് ചെവിപ്പൂ വരച്ചു കൊടുക്കാം. തൊട്ട് മുകളിലായിട്ട് ഒരു നായികാമണിയാണ് വരയ്ക്കുന്നത്. നായികാമണി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. 3 നായികാമണി വരയ്ക്കുന്നു. മുകളിലായിട്ടൊരു മഷിപ്പൂ വരയ്ക്കുന്നു. വീണ്ടും ഒരു നായികാമണി വരയ്ക്കുന്നു. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ 3 ലൈൻസ് വരയ്ക്കുക. ഇവിടെയും മണിമാല ഡിസൈൻ തന്നെയാണ് വരയ്ക്കുന്നത്. ഇനി ചെവിപ്പൂവിൻ്റെ ഡിസൈനാണ് 2 സൈഡിലും വരച്ചു കൊടുക്കുന്നത്. ഒരു സൈഡിൽ എത്ര ഇതളുകളുണ്ടോ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സെയിം ആയിരിക്കണം. സൈഡ് വ്യൂവിലുള്ള മണിമാല വരച്ചു കൊടുക്കാം. വരച്ചപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. ഇതിനിടയിൽ ഈ ഒരു ഡിസൈനാണ് വരേണ്ടത്. കംപ്ലീറ്റ്ലി വരച്ചു കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ട് ജട വരയ്ക്കാം, അല്ലെങ്കിൽ മുടി വരയ്ക്കാം. അതെങ്ങനെയാണെന്ന് പിന്നീടുള്ള ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാനിനി ഔട്ട്ലൈൻ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കാവി ചുവപ്പ് എടുത്തിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. 000 ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാവി ചുവപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്കാർലറ്റ് ലേക്കും ബെൻസീനയും യെല്ലോ ഓക്കറും 3:1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് എടുത്തിട്ട് മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം യെല്ലോ വാഷ് കൊടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ യെല്ലോ വാഷ് കൊടുക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് 5 പോയിൻറ്റിൻ്റെ റൗണ്ട് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാവി മഞ്ഞ അത് വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ്ങാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ യെല്ലോ ഒക്കറും പെർമനൻ്റ് യെല്ലോയും 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. മഞ്ഞ, ചുവപ്പ്, പച്ച വരുന്ന ഭാഗങ്ങളിലൊക്കെ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വൈറ്റ് വരുന്ന പോർഷൻസ് അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് ചെയ്ത് കൊടുക്കുക. തേർഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത് മഞ്ഞയും ചുവപ്പും വരുന്ന ഭാഗങ്ങളിലാണ്. ഗ്രീൻ വരുന്ന പോർഷന് അവോയ്ഡ് ചെയ്തുകൊണ്ട് വേണം തേർഡ് യെല്ലോ വാഷ് കൊടുക്കാൻ. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ കയറി കണ്ടു നോക്കുക.